സംസ്ഥാനത്തിന്റെ മുൻകൈയിൽ ഒരു ബൃഹത് തുറമുഖം നിർമ്മാണം നടക്കുന്നത് ആദ്യമായാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചിലവിന്റെ ഏറിയ ഭാഗവും കേരളമാണ് വഹിക്കുന്നത്. 5686 കോടിയിൽ 5370 കോടി 86 ലക്ഷം ബാക്കി. തീർച്ചയായും 8000 കോടിയിൽ പദ്ധതി ഉണ്ടാകുമ്പോൾ ഭൂരിപക്ഷവും ചെലവാക്കുന്നത് സംസ്ഥാനമാണെന്ന് അദ്ദേഹം കണക്കുകൾ നിരത്തി പറഞ്ഞു. ആ വാക്കുകളിലേക്ക്. ഒരു സംസ്ഥാനത്തിന്റെ മുൻകൈയിൽ ഒരു ബൃഹത് തുറമുഖ നിർമ്മാണം നടക്കുന്നത്, ചെലവിൻ്റെ ഏറിയ ഭാഗവും കേരളമാണ് വഹിക്കുന്നത്. 5686 കോടിയിൽ 5370 കോടി 86 ലക്ഷം, ബാക്കി 2497 കോടി അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡാണ് മുടക്കുന്നത്. മൊത്തം 8686 കോടിയാണ് ഇതിൻ്റെ ചെലവ്. 818 കോടിയുടെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് കേന്ദ്രം നൽകുന്നു. തീർച്ചയായും സംസ്ഥാനം ചെലവഴിക്കുന്നതിൻ്റെ കണക്ക്, അതിൽ കേന്ദ്രത്തിൻ്റെ പങ്കെത്ര, പങ്കൊന്നുമില്ല എന്ന് തന്നെ പറയാം. വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് എന്ന കടം, ഗ്രാൻഡ് കടമായി നൽകുന്നത് ഒഴിച്ചാൽ എന്നുള്ളതാണ്. പിന്നീട് പ്രൈവറ്റ് പാർട്ടിസിപ്പൻറ്റിൻ്റെയും ആണ് എന്നുള്ളത് മുഖ്യമന്ത്രി കണക്കുകൾ നിരത്തി കൃത്യമാക്കുന്നു. പ്രധാനമന്ത്രി ഇരുന്ന വേദിയിൽ തന്നെയാണ് മുഖ്യമന്ത്രി ഈ കണക്കുകൾ നിരത്തിയത്. ഇതേ സംബന്ധിച്ച് ഒരു മറുപടിയും പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലും ഉണ്ടായിരുന്നില്ല. ഇനി നമുക്ക് കവാടത്തിലേക്ക് ഒരിക്കൽ കൂടി പോകാം. അവിടെ സുജു ടി ബാബു ഉണ്ട്. സുജു, അങ്ങനെ ജനനിബിഡമായിരുന്നു അവിടം. എന്തായിരുന്നാലും ആ ആഘോഷവേളയെ അവർ ആനന്ദകരമാക്കി. കാരണം വരുന്ന വികസനങ്ങളെയൊക്കെ വലിയ സ്വപ്നത്തോടു കൂടി അനുനിമിഷം കണ്ടിരുന്ന ഒരു ജനതയാണ് അത്. അവിടുത്തെ മാത്രം ജനമല്ല, കേരളത്തിൻ്റെ മുഴുവൻ പരിച്ഛേദമാണ് ഇന്ന് അവിടെ കൂടിയത്, അല്ലേ സുജു ടി ബാബു? തീർച്ചയായിട്ടും കേരളത്തിൻ്റെ ഒരു മുഴുവൻ പ്രതിനിധികളായിട്ട് തന്നെയാണ് ഈ വിഴിഞ്ഞം പദ്ധതിയുടെ യാഥാർത്ഥ്യമാകുന്ന, വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമാകുന്ന കാണാൻ വേണ്ടി എത്തിക്കൂടിയ ആളുകൾ എന്ന് പറയുന്നത്. തീർച്ചയായും ഈ ചടങ്ങുകൾക്ക് ശേഷം പ്രധാനമന്ത്രി മടങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ കാണുന്നത്. സുലേഖ വിവരങ്ങളുമായി അവിടെ നിന്ന് ചേരുന്നുണ്ട്. ഞാൻ സുജുവിലേക്ക് തിരിച്ചെത്താം. സുലേഖ, പ്രധാനമന്ത്രി ഇതാ മടങ്ങുകയാണ് ഉദ്ഘാടന ശേഷം, അല്ലേ? തീർച്ചയായും അജിംഷാദ്, നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യം അത് തന്നെയാണ്. അല്പസമയം മുൻപാണ് ഈ ചോപ്പറിൽ മൂന്ന് ചോപ്പറുകളിൽ പ്രധാനമന്ത്രിയും അതിനൊപ്പം തന്നെ മറ്റ് ആളുകൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഈ വിമാനത്താവളത്തിൻ്റെ ടെക്നിക്കൽ ഏരിയയിലേക്ക് എത്തിയത്. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനത്തിനകത്തേക്ക് കയറും. ഈ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി, ഇത്തരത്തിൽ യാത്രയാക്കുന്നതിന് വേണ്ടി മേയർ അടക്കമുള്ള ആളുകൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ ടെക്നിക്കൽ ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ വിമാനത്തിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കയറും. അതിനുശേഷം വിജയവാഡയിലേക്കായിരിക്കും ഇത്തരത്തിൽ ഈ വിമാനത്തിന്റെ യാത്ര എന്നുള്ളത് തന്നെയാണ്. 12:25 കൂടിയാണ് വിഴിഞ്ഞത്ത് നിന്ന് ഇത്തരത്തിൽ ഹെലികോപ്റ്റർ ഈ ടെക്നിക്കൽ ഏരിയയിലേക്ക് യാത്ര തിരിച്ചത്. അതിനുശേഷം 12:35 കൂടി തന്നെ ടെക്നിക്കൽ ഏരിയയിലേക്ക് ഈ ചോപ്പർ ഹെലികോപ്റ്ററുകൾ എത്തിയിരുന്നു. ഇപ്പോൾ ഈ ഹെലികോപ്റ്ററുകൾ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് പ്രധാനമന്ത്രി ഇറങ്ങിയതിന് ശേഷം ഈ വിമാനത്തിലെ പ്രത്യേകം തയ്യാറാക്കിയ വിമാനത്തിൽ കയറും. അതിനുശേഷം വിജയവാഡയിലേക്കായിരിക്കും പ്രധാനമന്ത്രിയുടെ യാത്ര എന്നുള്ളത് തന്നെയാണ് അജിംഷാദ്. തീർച്ചയായും എയർപോർട്ടിന് മുന്നിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി സുലേഖയാണ് അവിടുത്തെ ദൃശ്യങ്ങൾക്കൊപ്പം വിവരങ്ങൾ നൽകിയത്. ആ ദൃശ്യം